അത് ഇപ്പൊ റിപ്പോർട്ട് ചാനൽ നിങ്ങൾ തന്നെയല്ലേ എന്നെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത്. അതായത് ഇല്ല റിപ്പോർട്ടാണ് കാര്യം. ഞാൻ ബാംഗ്ലൂർ എൻ്റെ വീട്ടിൽ ഞാൻ ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ ഈ എൻ്റെ സുഹൃത്തുക്കളുടെ വീട്ടിൽ വരെയും പോയി ഞാൻ ഇതിൻ്റെ പേരിൽ പിരിവെടുത്തിട്ടുണ്ടോ. ഇപ്പോൾ ഇളമ്പള്ളിയിൽ തന്നെ അജിത്ത് എന്ന് പറഞ്ഞ ആളുടെ ബ്രദറിൻ്റെ റിപ്പോർട്ടറാണല്ലോ ഇന്നലെ പോയി എടുത്തത്. 35 ലക്ഷം രൂപ ഡോറിന് വേണ്ടിയിട്ട് സമാഹരിച്ചു. അതിനു മുമ്പ് നിങ്ങൾക്ക് മൊഴിയെടുക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു അജിത്തിൻ്റെ വൈഫ്. അജിത്ത് മരിച്ചുപോയി. അജിത്തിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഇന്നിപ്പോൾ മലയാള മനോരമയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട്. അജിത്ത് എന്തുകൊണ്ട് മരിച്ചു, കോവിഡ് സമയത്ത് അയാൾ എന്തുകൊണ്ട് മരിച്ചു, നമുക്ക് ധാർമ്മികമായിട്ട് ചെയ്യുന്ന അയാൾ ഒരു ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ മാസ്ക് ചോദിച്ചു. ഒരു 10 മാസ്ക് വാങ്ങിച്ചു കൊടുത്തു. അതിൻ്റെ തൊട്ടടുത്ത് രമേശ് റാവു അഡ്മിറ്റ് ഉണ്ടായിരുന്നു. അത് കൊണ്ടുപോയി അയാൾ കൊടുക്കുന്ന ഒരാളിന് 10 മാസ്ക് കൊടുത്തു. അത് മാത്രമാണ് ഈ കാര്യത്തിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എപ്പോഴും മാധ്യമങ്ങൾ, എൻ്റെ ഒരു അഭിപ്രായം, മാധ്യമങ്ങൾ എപ്പോഴും ഒരു സെൻസേഷണൽ ന്യൂസിന് വേണ്ടിയിട്ട് മാത്രം ശ്രമിക്കരുത്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് മാധ്യമങ്ങൾ എപ്പോഴും പ്രതികരിക്കുന്നത്. എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്ന മറ്റൊന്നുമല്ല, മാധ്യമങ്ങളിൽ വരുന്നത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം നിങ്ങൾ മാധ്യമങ്ങളിൽ പ്രതികരിച്ച് നമ്മുടെ വീണ്ടും തെറ്റുകാരനാക്കണ്ട. ഇപ്പം എന്തൊക്കെ ആയിരുന്നാലും എല്ലാ ആരോപണവും എന്നിലേക്ക് നിക്ഷിപ്തമായല്ലോ. അല്ല അല്ല ഗോൾഡ് ഗ്ലാഡിംഗ് എന്ന് പറയുന്നത് അതാത് സ്ഥലത്ത് വെച്ച് ചെയ്യാൻ കഴിയും. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് നിങ്ങൾക്ക് സയന്റിഫിക് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഞാൻ വരും പറയട്ടെ, അത് 38 ദിവസമൊന്നും എടുത്തിട്ടില്ല. അത് സ്റ്റേറ്റ്മെന്റ് കമ്പനിയും കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്ന് കമ്പനി ഹാൻഡ് ഓവർ ചെയ്തു എന്നുള്ളത് കമ്പനി കൊടുത്തിട്ടുണ്ട്. അല്ല അത് അവരോട് തന്നെ ചോദിക്കണം. കാര്യം അങ്ങനെയല്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ മാത്രം പറയാൻ ബാധ്യസ്ഥയുള്ള ഒരാളാണ്, ഇല്ലേ? ഞാൻ നിങ്ങളൊരു 24-ൽ നിൽക്കുന്ന ആൾ. ഞാനിപ്പോൾ റിപ്പോർട്ടിൽ വന്ന ആരും ചോദിച്ചാൽ നിങ്ങൾ എന്താ ആൻസർ പറയും? അത് നിങ്ങൾക്ക് അറിയില്ല എന്ന്. അല്ല അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം അല്ല അത് ഞാൻ പറഞ്ഞല്ല, അവരോട് തന്നെ ചോദിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നോ ഇല്ലയോ. എൻ്റെ കാര്യങ്ങൾ എൻ്റെ സൈഡ് ഞാൻ കറക്റ്റായിട്ട് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആരോടും വിരോധം ഉണ്ടായിട്ടോ മീഡിയ ആയിട്ട് ഇപ്പൊ വരുന്ന വാർത്തകൾ എനിക്ക് തന്ന ഡോക്യുമെന്റ് ചെമ്പെന്നാണ്, മഹസറിനകത്തും അതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം ഞാനൊരു സാധനം തരുമ്പോൾ എനിക്ക് തന്നിരിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അതിന് മുകളിൽ എനിക്ക് അവരോട് പറയാൻ പറ്റൂ. ഇപ്പം മുൻപ് ഇങ്ങനെ ഒരാൾ ചെയ്തിരുന്നു എന്നും അതിൽ ഇങ്ങനെമാതിരി ഗോൾഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാനും അറിയുന്നത് ഈ സമയത്താണ്. അപ്പം എനിക്ക് ചെമ്പെന്ന് പറയും. ഒരു പക്ഷേ ചിലപ്പോൾ അതിൽ സ്വർണം പൂശിയത് സ്വർണം നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം, കാലഹരണപ്പെട്ടതുകൊണ്ടായിരിക്കാം. അങ്ങനെ ആ സമയത്ത് കാലഹരണപ്പെട്ടതുകൊണ്ടായിരിക്കാം ദേവസ്വം അങ്ങനെ തീരുമാനം എടുത്ത് തന്നിട്ടുള്ളത്. പക്ഷെ അതൊക്കെ എനിക്കിപ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.